അപ്പോൾ നമുക്ക് ടൊമാറ്റോ ഉപയോഗിച്ച് നമുക്കൊരു കിച്ചടി ഇന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ടൊമാറ്റോ അരിയുമ്പോൾ നമ്മളിതിനെ ഉള്ളിൽ നിന്ന് ടൊമാറ്റോയുടെ കുരു നമ്മൾ മാറ്റിക്കളയണം കേട്ടോ. കുരു നന്നായിട്ട് ഒരുപാട് പഴുത്തളിഞ്ഞു പോകുന്ന ഇച്ചിരി തൊലിക്ക് കട്ടിയുള്ള ടൊമാറ്റോ ആണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് കണ്ടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും കൂടെ നമ്മൾ അകത്തുനിന്ന് എടുത്ത് മാറ്റി വെക്കുക. കുരു നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ തൊലി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് നിറയെ കുരുവുണ്ട്. ഓക്കെ, ഇത് മാറ്റിക്കളയണം. ഇതിനകത്ത് നിറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കളഞ്ഞതിന് ശേഷം ഇത് മാത്രം ഞാൻ എടുത്തുകൊണ്ട് വരാം. കണ്ടോ, ഇങ്ങനെ മാത്രം നമുക്ക് കിട്ടണം. എന്നിട്ട് നമ്മൾ ഇതിനെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ നമ്മുടെ ടൊമാറ്റോ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. അത് മാറ്റി നമുക്ക് ഒരു പച്ചമുളക്, ഇത്തരത്തിലേക്ക് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിടുക. ഓക്കെ, ഇത്രയും അരിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒരല്പം ഉപ്പിട്ട് മാറ്റി വയ്ക്കാം. ഇതുണ്ടായിരിക്കുന്നത് ഇത് രസമല്ലേ. അതിലേക്ക് അല്പം ഉപ്പിടാം. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക. നമ്മളതിലേക്ക് ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുണ്ട് ഒരു 1/4 ടീസ്പൂൺ കടുക്, നമ്മൾ പച്ചക്കടുക് ഇതിനകത്തേക്ക് അരച്ച് ചേർക്കണം. നമുക്ക് ഈ തേങ്ങയും കടുകും കൂടെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഇതിലേക്ക് ചേർക്കില്ല കേട്ടോ, പകരം തൈര് തന്നെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചുകൊണ്ട് വരാമേ. അപ്പോൾ ഇതാണ് നമ്മൾ തേങ്ങയും കടുകും പിന്നെ തൈരും കൂടെ ചേർത്ത് അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ തക്കാളിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് തൈര് ഉടച്ചതും കൂടെ ചേർക്കുക. 4 ടേബിൾ സ്പൂൺ നിറയെ ഞാനിപ്പോൾ ചേർത്തു. ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഓൾറെഡി നമ്മൾ തക്കാളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് മറക്കല്ലേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടിപൊളി. അല്പം പുളിയുള്ള തൈര് എടുക്കണം, എന്നാൽ ഒരുപാട് പുളി പാടില്ല. അതുപോലെ തന്നെ തക്കാളി ഒത്തിരി പഴുത്തു പോയ തക്കാളിയും പാടില്ല, പഴുത്തതായിരിക്കണം, പക്ഷേ ഒരുപാട് പഴുത്തത് വേണ്ട. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം പച്ചമുളക് വേണേൽ തേങ്ങയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അരയ്ക്കാം കേട്ടോ. എങ്ങനെ കിടക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങയുടെ കൂട്ടത്തിൽ അരയ്ക്കാം. ഇനി നമുക്ക് കടുക് തളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി കിച്ചടി റെഡിയായി. ഇതൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനില്ലാണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പാകത്തിന് ഉപ്പും ആ കടുക് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്തതിന് കൃത്യമായിരുന്നു കേട്ടോ. എനിക്ക് പച്ചക്കടുകിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തോളുക. നമ്മുടെ തക്കാളി കിച്ചടി റെഡിയായി. ഇനി മാറ്റി വെക്കാമേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, ആ കുക്കുംബറിൻ്റെ കിച്ചടിയാണ് നമ്മൾ അടുത്തത് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അത് നന്നായിട്ട് തൊലി കളഞ്ഞ് ഇതുപോലെ എടുത്തു വയ്ക്കുക. ഇതിപ്പോൾ ഒരു ചെറിയ കുക്കുംബറാണ്, അതിൻ്റെ ഒരു പകുതിയാണ് ഞാനിവിടെ എടുത്തു വയ്ക്കുന്നത്. നമ്മളിപ്പോൾ കുറേശ്ശെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇതിൻ്റെ പകുതി എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തെ അരിയൊന്നും കളയണ്ട, നന്നായിട്ട് ഇതുപോലെ കനം കുറച്ച് മുറിക്കുക. നമ്മുടെ പീലറുണ്ടല്ലോ, പീലർ ഉപയോഗിച്ച് ഇങ്ങനെ അരിയുക. ഇങ്ങനെ അരിയുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് നമുക്കത് അരിഞ്ഞ് കിട്ടും, നീളത്തിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇനി നടുവേ ഒന്ന് കണ്ടിക്കണമെങ്കിൽ അങ്ങനെ നടുവേ വേണമെങ്കിലും കണ്ടിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സാലഡ് കുക്കുംബർ. നല്ല കനം കുറച്ച്, ഒന്നെങ്കിൽ നിങ്ങൾ അരിയുക, അല്ലെങ്കിൽ പീൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിത് അരച്ച് ചേർക്കാം. തേങ്ങയും പച്ചമുളകും അല്പം ഉപ്പും ചേർത്ത് പിന്നെ കടുകും കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ തക്കാളി കിച്ചടി ഉണ്ടാക്കിയതുപോലെ തന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കുംബർ ഇവിടെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മളിങ്ങനെ കുക്കുംബർ ഇങ്ങനെ അരിഞ്ഞ് വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ഇറങ്ങും കേട്ടോ. ഉപ്പിട്ട് ഒരിക്കലും വെക്കല്ല. ഉപ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് മാറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം വിട്ടുപോകും. തക്കാളിയുടെ കാര്യത്തിൽ അതുകൊണ്ടാണ് നമ്മൾ തക്കാളിയിൽ നിന്ന് അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം മാറ്റിക്കളഞ്ഞത്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. ഞാൻ ഈ തേങ്ങ അരച്ചപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു കുക്കുംബറിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൂട്ടിച്ചേർത്ത് ഞാനങ്ങ് അരയ്ക്കുകയാണ് ചെയ്തത്. ഒരു ലേശം മിച്ചം ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തേങ്ങയ്ക്കൊരു ശകലം പച്ചക്കളർ പോലെ തോന്നുന്നുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അരച്ചെടുത്തു. മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് തൈര് ചേർക്കാം.
നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക. 5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കും. തൈര് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു ലേശം വെള്ളം വിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുംബർ ആയതുകൊണ്ട് അല്പം വെള്ളം വിടും. അതുകൊണ്ട് നിങ്ങൾ ഈ കുക്കുംബറിൻ്റെ കിച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഇനി പച്ചടി ആയിട്ടുണ്ടാക്കിയാലും കിച്ചടി ആയിട്ടുണ്ടാക്കിയാലും നിങ്ങൾ ഒത്തിരി നേരത്തെ ഉണ്ടാക്കി വെക്കണ്ട. ഇനി അരപ്പെല്ലാം റെഡിയാക്കി വെച്ചാൽ മതി. മിക്സ് ചെയ്യുന്ന വെച്ചിട്ട് ലേറ്റായിട്ട് മിക്സ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇനി ചിലപ്പം വെള്ളം വിട്ടുപോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഒത്തിരി വെള്ളമുള്ള പച്ചക്കറിയല്ലേ. അല്പം ഉപ്പും കൂടെ ചേർക്കട്ടെ. അപ്പോൾ നമ്മുടെ കിച്ചടി റെഡിയായി. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കടുക് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തീ കത്തിക്കാം. ഇപ്പോൾ രണ്ടിനും കൂടെ കൂടിയിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മൾ കിച്ചടിക്കും പച്ചടിക്കും ഒക്കെ കടുക് താളിക്കുമ്പോണ്ടല്ലോ, നമ്മൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ മാത്രമേ താളിക്കാറുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഉള്ളി മൂപ്പിച്ച് ചേർത്ത് താളിക്കുകയില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് നമുക്ക് പൊട്ടിക്കാം. 2 വറ്റൽമുളക് മുറിച്ചിടുക. കറിവേപ്പില, നമ്മൾ വറ്റൽമുളക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് മൂപ്പിച്ച് വേണം എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ആ കറിയിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടില്ല. ഇനി നമ്മുടെ കറിയിലേക്ക് നമുക്കിത് ചേർക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തക്കാളി ആയാലും കുക്കുംബർ രണ്ടിനും വെള്ളം ഇറങ്ങുന്ന പച്ചക്കറികളാണ്. അത് കാരണം നിങ്ങൾ സൂക്ഷിക്കണം. കുക്കുംബർ അരിഞ്ഞിട്ട് ഉപ്പിട്ടൊന്ന് വയ്ക്കരുത്. രണ്ടാമത് നിങ്ങൾ എടുക്കാൻ അതായത് നമ്മൾ ചോറ് വിളമ്പുന്നതിന് 1 മണിക്കൂർക്ക് മുമ്പ് മാത്രമേ ഇത് തയ്യാറാക്കി വെക്കാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാത്ത രീതിയിലാണല്ലോ ഇത് രണ്ടും തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ടൊമാറ്റോയുടെ അരിയുള്ള ഭാഗം കളയുക. അതിനകത്തുള്ള വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം വേണം ചെയ്യാനായിട്ട് കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഓടിപ്പോകാത്ത രീതിയിൽ നമുക്ക് നല്ല കുറുകിയ രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സാലഡ് കുക്കുംബർ കിച്ചടി വളരെ സിമ്പിളാണ്, വളരെ എക്സ്പെൻസ് കുറവാണ്. പച്ചക്കടുകിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതൽ ചേർത്തോളുക, ഇഷ്ടമില്ലെങ്കിൽ വളരെ കുറച്ച് ചേർക്കുക. ഇനി നമ്മുടെ തക്കാളി കിച്ചടി, ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരല്പം ലൂസാണോ എന്നൊരു സംശയമുണ്ട്. ഇത് നമ്മുടെ തക്കാളി കിച്ചടി. 2 സാധനവും നല്ലതാണ്. നിങ്ങൾക്ക് ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം ചെയ്യുന്നത് രീതി ഒന്ന് തന്നെയാണ്. നമ്മൾ പല പല വെജിറ്റബിൾസ് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ തക്കാളിക്ക് പുളി കൂടുതലാണെങ്കിൽ തേങ്ങ കൂടുതൽ ചേർത്തിട്ട് തൈര് കുറച്ച് ചേർക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചേർക്കുക. ഒരല്പം മധുരം വേണമെങ്കിൽ മധുരവും ചേർക്കുക. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതിസ് മന കിച്ചൻ.